ഹലോ! ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ. ഇതിപ്പോ രാവിലെ വന്നോണ്ട് ഞാനൊരു കട്ടൻ ഇടാണേ. കട്ടനൊക്കെ ഇട്ട് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാന്ന് കരുതി. അപ്പോൾ നല്ലൊരു കട്ടൻ ഇട്ട് അതിൽ 2 പുതിനയിലയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം പുതിന പ്രത്യേകം വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനതേ കോഴിക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാണ്. രാവിലെ എന്തായാലും അവരെ അടച്ചിട്ട് വളർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ അതിന് ഫുഡ് കൊടുത്തില്ലെങ്കിലും അതിനകത്ത് കൂടിനകത്ത് കിടന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ദേ അവർക്ക് ഫുഡും കൊടുത്തിട്ട് ഞാൻ വന്ന് കുറച്ച് മാത്രം അഗസ്ത്യപ്പൂ നിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും മുകളിലോട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് എന്തായാലും എന്നെക്കൊണ്ട് പറിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു താഴെ ഒരു ചില്ലയുണ്ട്. അതിൽ നിൽക്കുന്ന ആ ഒരു പൂ മതിയാവും ഞങ്ങൾക്ക് തോരൻ വെക്കാനോ മെഴുക്ക് പുരട്ടാനോ ഒക്കെ. അത്രയ്ക്ക് മാത്രം അതിൽ കായ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കൈയെത്തുന്ന രീതിയിൽ നിന്ന പൂവൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. അത് താഴെ ഒന്നും വീഴാതെ നമുക്ക് കൈ കൊണ്ട് തന്നെ പറിച്ച് പാത്രത്തിലോട്ട് ഇടാം. അത് കാരണം അത് പ്രത്യേകിച്ച് കഴുകാനോ ഒന്നും നിൽക്കണ്ട. നല്ല പൂ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂ, പുഴുവോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറിച്ച് കൊണ്ടുവന്ന് ഉടനെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഈ ഒരു ബോക്സിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്ന പൂവിൻ്റെ ഒരു ഞെട്ടാണ്. അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തുള്ള ഒരു പച്ച കളറിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഭാഗം അത് നമ്മൾ സാധാരണ തോരൻ വെക്കുമ്പോൾ അതും കൂടെ അരിഞ്ഞിടാറാണ് പതിവ്. പക്ഷേ മോനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഈ നടുക്കുള്ള ആ ഒരു എന്തോ ഒരു പൂ പോലൊരു സാധനം ഉണ്ടാവും. ഓരോ പൂവിൻ്റെ നടുക്ക് ഒരു പൂവല്ല, ഒരു തണ്ട് പോലെ സാധനം, അതും ഇതുപോലെ റിമൂവ് ചെയ്തിട്ടാണ് മോന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ അത് തീരെ ഒരു കയ്പും ഒന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, നല്ല പിങ്ക് കളറിൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതിലോട്ടൊരു സവോളയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മെഴുക്ക് പുരട്ടി റെഡിയാക്കാം. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഞാൻ ആ ഒരു സമയത്ത് കാണിച്ചു തരാം, ഇത് ഉണ്ടാക്കുന്ന നേരത്തിന്. അത് കഴിഞ്ഞിട്ട് ദേ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഇട്ട് തിളക്കിയായിരുന്നു. അപ്പോൾ ചോറിന് വേണ്ടി അരി ഒന്നിട്ട് റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞ് ഇന്നലത്തെ കുറച്ച് ദോശയുടെ മാവിരിപ്പുണ്ട് കേട്ടോ. 2 ദോശയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നലത്തേതായത് കാരണം ചെറിയൊരു പുളി, അത് നമ്മൾ ആ ഒരു പാത്രം തുറന്നപ്പോൾ തന്നെ ചെറിയൊരു പുളിയുടെ മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ഫ്രഷ് തേങ്ങ, ഒരു 2-3 സ്പൂണ് ഫ്രഷ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒരു നുള്ള് ഒരു സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ നല്ല ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. കറി പോലും ആവശ്യമില്ല കേട്ടോ. അതിൽ നല്ല പുളിയൊക്കെ മാറിയിട്ട് തേങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നന്നായിരിക്കും. പിന്നെ ചമ്മന്തി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ 2 ദോശ റെഡിയാക്കി. എനിക്ക് എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 ദോശ മതി കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഏകദേശം രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഫുൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രാവിലെയുള്ള കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചൺ കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങാമെന്ന് കരുതി. ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഒന്ന് മോപ്പും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു വരാന്തയിലും നിറച്ച് പൊടിയും, ഈ വരാന്തയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരു ദിവസം 2-3 വട്ടമെങ്കിലും ഒന്ന് സ്പീഡപ്പായിട്ടെങ്കിലും ഒന്ന് അടിച്ചു വാരി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കാല് തറയിൽ തൊടാൻ പറ്റാത്ത രീതിയിൽ പൊടി ഉണ്ടാവും. വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, പൊടി പുറത്തുനിന്ന് അടിച്ച് കയറി വരുന്ന പൊടി ഉണ്ടാവും. 2 സൈഡും ഫുള്ള് ഗ്രില്ല് കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു വരാന്തയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അത് ഒരു സൈഡിലെങ്കിലും നമ്മളൊന്ന് ഒരു കുറച്ച് ഭാഗം ഒന്ന് ഷീറ്റ് വെച്ച് മറയ്ക്കേണ്ടതുണ്ടായിരുന്നു. അന്ന് ഈ പണിക്കാർ നിൽക്കുമ്പോൾ പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ കുറച്ച് ഭാഗത്തൊന്ന് ഷീറ്റ് വെച്ച് ഒന്ന് മറയ്ക്കാം. ആ ഒരു കാറ്റിൻ്റെ ദിശയിലോട്ട് ഏതാണ് സൈഡിൽ നിന്നാണ് കാറ്റ് വരുന്നത് ആ ഒരു സൈഡിലെങ്കിലും ഒന്ന് മറയ്ക്കാമെന്ന് പറഞ്ഞതാണ്. ഞാനാണത് വേണ്ടാന്ന് ഒന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു അത് ചെയ്യാനുള്ളതായിരുന്നു. എങ്കിൽ ഇത്രയും ഒരു പാട് നമുക്ക് എങ്കിൽ ഇത്രയും ഒരു പ്രയാസം ഉണ്ടാവില്ല. എപ്പോഴും ഒന്ന് അടിച്ചു വാരലും അല്ലെങ്കിൽ കാലിലിങ്ങനെ നമുക്ക് പൊടി ഇങ്ങനെ നമുക്ക് ഒന്ന് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ചെരുപ്പില്ലാതെയൊക്കെ നടക്കുമ്പോൾ നന്നായിട്ട് പൊടി ഫീൽ ചെയ്യും. അതാണൊരു പ്രശ്നം. അങ്ങനെ ദേ മോപ്പ് ചെയ്യുന്നു. നമ്മുടെ വർക്കിംഗ് കിച്ചനും മോപ്പ് ചെയ്തു. ആ വരാന്തയും മോപ്പ് ചെയ്തു. വരാന്തയൊന്നും മോപ്പ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ലാതെ ഇപ്പോൾ 2 കാറ്റടിക്കുമ്പോൾ ഫുള്ള് പൊടി ഈ വരാന്തയുടെ അകത്താവും കേട്ടോ. എന്നാലും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും പൊടിയും കയറിയും നിറഞ്ഞു കിടന്നാൽ അത് മഹാബോറല്ലേ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ദേ ഇന്ന് കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് ദേ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കറിയും കാര്യങ്ങളൊക്കെ ഇന്നലത്തതുണ്ട് കേട്ടോ. ചോറ് ഓൾറെഡി ഞാൻ വെച്ച് നമ്മുടെ തെർമൽ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ആ ഒരു മീൻ ഫ്രൈ ചെയ്യാനുള്ളതൊന്ന് മസാല ഇട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പൂവൊന്ന് റെഡിയാക്കണം. ഒരു 2 മിനിറ്റ് പോലും വേണ്ട ഈ ഒന്ന് പൂ റെഡിയാക്കി എടുക്കാൻ. കാരണം ഞാൻ ആ പൂവിൻ്റെ തണ്ട് പോലും ഇട്ടിട്ടില്ല, വേറെ പൂ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറങ്ങ് മാറി അതൊരു വൈലറ്റ് കളറായി. ചെറിയ രീതിയിൽ ഉപ്പും ചേർത്ത് കൊടുത്തു. 2-3 സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചിക്കി ഇറക്കിയാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാണ്. നല്ല ഗുണമുള്ള ഒരു സംഭവം. ഞങ്ങൾ അന്ന് ഞങ്ങളുടെ ഈ വീട് താമസമായ സമയത്ത് വാങ്ങിച്ച് വെച്ചതിൽ ഏറ്റവും ഉപയോഗമുള്ള ഒരു പ്ലാന്റാണിത് കേട്ടോ. ഇത് കാരണം ഡെയിലി ഇതിൽ നിന്ന് പൂ കിട്ടുന്നുണ്ട്. മക്കളും അത്യാവശ്യത്തിനൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാടുണ്ടാകുമ്പോൾ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്.
പക്ഷേ ഇതിന്റെ മുകളിൽ ഒരുപാട് നിൽക്കുന്നുണ്ട്. അത് പറിക്കാൻ പറ്റാത്തതാണ് ഒരു ബുദ്ധിമുട്ട്. അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കിട്ടിയേനെ. കാരണം ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇത് വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്നത് ഒരു 10-20 പൂവാണ്, 30 രൂപ 40 രൂപ ആ ലെവലിലുള്ളത്.